പ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വളരെ വലിയ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം നിരവധി തവണ നമ്മുടെ രാജ്യത്തിന് സകല പിന്തുണയുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്ന സുഡാപ്പികളുടെ ചോദ്യത്തിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള ലേറ്റസ്റ്റ് ഉദാഹരണം കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ 3 പോസ്റ്റുകൾ ഇസ്രായേലി പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് നടന്ന ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പോസ്റ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ വെക്കുന്നത്. സകല ആളുകളും തിരിച്ചറിയണം, 1-2 പോസ്റ്റുകളൊന്നല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഹിന്ദിയിൽ ഉൾപ്പെടെ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നതും ഓരോ ആളുകളും അഭിമാനത്തോടു കൂടി തന്നെ കേൾക്കേണ്ടതുമാണ്. ആദ്യത്തെ പോസ്റ്റ് ആണ്: ഇന്ത്യയും ഇസ്രായേലും ശാശ്വത സത്യങ്ങളിൽ നിലകൊള്ളുന്ന പുരാതന നാഗരികതകളാണ്. ഭീകരത നമ്മുടെ നഗരങ്ങളെ ആക്രമിച്ചേക്കാം, പക്ഷെ അത് ഒരിക്കലും നമ്മുടെ ആത്മാവിനെ ഇളക്കില്ല. നമ്മുടെ രാഷ്ട്രങ്ങളുടെ വെളിച്ചം നമ്മുടെ ശത്രുക്കളുടെ ഇരുട്ടിനെ മറികടക്കും. നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകം, നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം, നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തെ ഒരു ഭീകരർക്കും ഒരിക്കലും തകർക്കാൻ സാധിക്കില്ല എന്ന് മറ്റൊരു രാജ്യത്തിന്റെ ഭരണാധികാരി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ലോകത്തോട് പ്രഖ്യാപിക്കുന്നുണ്ട് എങ്കിൽ ഇസ്രായേലിനല്ലാതെ നമ്മുടെ രാജ്യം മറ്റാർക്കാണ് പിന്തുണ കൊടുക്കേണ്ടത്? ഇനി ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ അടുത്ത പോസ്റ്റ് ആണ്, ഞാനൊന്ന് വായിച്ചേൽപ്പിക്കാം. ഞങ്ങളുടെ പ്രിയ സുഹൃത്ത് നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ ധീരരായ ജനങ്ങൾക്കും സാറയും ഞാനും ഇസ്രായേൽ ജനതയും ഇരകളുടെ കുടുംബങ്ങൾക്ക് ഞങ്ങളുടെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു. ഈ സമയത്ത് ഇസ്രായേൽ ദുഃഖത്തിലും ശക്തിയിലും നിങ്ങളോടൊപ്പം ശക്തമായി നിലകൊള്ളുന്നു. ഏത് രീതിയിലും ഞങ്ങൾ ഇന്ത്യയെ പിന്തുണക്കുന്നു. ഈ രാജ്യത്തെ ധീരരായ ജനതക്കൊപ്പം, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം ഞങ്ങൾ ഏത് വിധേയനും തയ്യാറാണ് എന്ന ഇസ്രായേല് പ്രഖ്യാപിക്കുന്നത്. ഇനി അദ്ദേഹത്തിന്റെ അടുത്ത പോസ്റ്റാണ്: ഭീകരത നമ്മുടെ നഗരങ്ങളെ ആക്രമിച്ചേക്കാം, പക്ഷേ അത് ഒരിക്കലും നമ്മുടെ ആത്മാവിനെ ഇളക്കില്ല. നമ്മുടെ രാഷ്ട്രങ്ങളുടെ വെളിച്ചം നമ്മുടെ ശത്രുക്കളുടെ അന്ധകാരത്തെ മറികടക്കും. ഇത്തരത്തിൽ നിരവധി പോസ്റ്റുകളുമായിട്ട് ഒരു പ്രധാനമന്ത്രി ഈ രംഗത്തെത്തുക. നമ്മൾ ഇവിടെ വായിച്ചതിന്റെയൊക്കെ തന്നെ സ്ക്രീൻഷോട്ടുകൾ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ടിട്ടുള്ളതും നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. സകല ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും തിരിച്ചറിയാ, നമ്മുടെ രാജ്യത്തിന് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേലാണ്. അവരിന്നും ജിഹാദിസത്തിനെതിരെ, ഭീകരതക്കെതിരെ സന്ധിയില്ലാതെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുക. ഇന്ന് ലോകത്ത് ഈ ജിഹാദികളെ കൊണ്ട് ഏറ്റവും വലിയ രീതിയിൽ ബുദ്ധിമുട്ടാവുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ. ആ ജിഹാദിസത്തിനെതിരെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പാഠപൊരുതിക്കൊണ്ടിരിക്കുക. ആ പ്രധാനമന്ത്രിയാണ് നമ്മുടെ രാജ്യത്തിന് സകല പിന്തുണയുമായിട്ട്, നമ്മുടെ പ്രധാനമന്ത്രിക്ക് സകല പിന്തുണയുമായിട്ട് രംഗത്ത് വരുന്നത്. ലോകം തിരിച്ചറിയാ, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ഇവർ ലോകത്തോട് വിളിച്ചു പറയാ, ജിഹാദികൾ ലോകത്തിന് തന്നെ നാശമാണ്. ജിഹാദികൾക്കെതിരെ ലോകത്ത് പടവെട്ടുന്നതിൽ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ എന്ന് പറയുന്നത് അതിൽ ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാ. അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിൽ കടന്നു കയറി സകല ഭീകരരെയും തീർത്തിട്ടുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി നേതൃത്വം കൊടുത്തിട്ടുള്ള പോരാട്ട. ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ ജിഹാദികൾക്കെതിരെ പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, ഇവിടെ ചോദിക്കാനുള്ളത്, ഇവിടെ ഹമാസിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ ഉറഞ്ഞു തുള്ളുന്ന ആളുകളില്ലേ? എന്തേ നിങ്ങളുടെ ഹമാസ് ആർക്കൊപ്പാന്നറിയോ? നിങ്ങളുടെ ഹമാസ്, ഇവിടെയുള്ള സകല പലസ്തീൻ പ്രേമികൾ, ഗാസൻ പ്രേമികൾ ഉണ്ടല്ലോ, അവര് പിന്തുണക്കുന്ന ഹമാസ് ആർക്കൊപ്പാന്നറിയോ? ജയ്ഷെ മുഹമ്മദിനൊപ്പ. ഇത് വെറുതെ പറയല്ല.
പാക് ഓക്യുപ്പൈഡ് കശ്മീരില് ജയ്ഷെ മുഹമ്മദിന്റെ ഭീകരവാദികളും അതേപോലെ തന്നെ ഹമാസ് ഭീകരവാദികളും നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടക്കുന്നതിന് മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. അന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ടിട്ടുള്ളൊരു വാർത്ത ഞാൻ അവിടെ കൊടുക്കുക. ജയ്ഷെ മുഹമ്മദും ഈ പറയുന്ന ഹമാസും വലിയ കൂട്ടുകച്ചവടം നടത്തുന്നവരാ. അവരുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു നമ്മുടെ പഹൽഗാമില് ഭീകരാക്രമണം. നമ്മുടെ ഡൽഹിയിൽ ഇപ്പൊ നടന്ന ഭീകരാക്രമണം എന്താ? ജയ്ഷെ മുഹമ്മദിന്റെ പ്രതികാരമായിരുന്നു എന്ന രീതിയിലല്ലേ ഇപ്പൊ വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൊട്ടിത്തെറിച്ചിട്ടുള്ളത് ഉമർ മുഹമ്മദ്, നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ പിടിച്ച് ജയിലിൽ തള്ളിയിട്ടുള്ള ആദിൽ അഹമ്മദ്, ഡോക്ടർ ആദിൽ അഹമ്മദ്, ഡോക്ടർ മുസമ്മില്, വനിതാ ഡോക്ടറായിട്ടുള്ള ഷാഹിൻ ഷെയ്ദ്, ഇവരൊക്കെ തന്നെ ജയ്ഷെ മുഹമ്മദിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ നമ്മുടെ രാജ്യത്ത്, നമ്മുടെ കേരളത്തിലൊക്കെ ഹമാസിനെ പിന്തുണക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ തന്നെയാണ് എതിർക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഭീകരാക്രമണം നടത്താൻ രംഗത്ത് വരുന്നവരെയാണ് ഹമാസിനെ പിന്തുണക്കുന്നവർ നമ്മുടെ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണം. സകല മലയാളികളും തിരിച്ചറിയണം. നമ്മുടെ കേരളത്തില് ഇവിടെ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, സകല ആളുകളും പലസ്തീൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്തുണക്കുന്നത് ഹമാസിനെയാ. മനുഷ്യത്വം പറയുന്നവരായിരുന്നെങ്കിൽ ലോകത്ത് സുഡാൻ ഉൾപ്പെടെ, നൈജീരിയ ഉൾപ്പെടെ ഒരുപാട് രാജ്യങ്ങളില് മനുഷ്യർ ദുരിതത്തിലുണ്ട്. ആസയിലൊക്കെ ഉള്ളതിനേക്കാൾ അധികം മനുഷ്യർ പല രാജ്യങ്ങളിലും ദുരിതത്തിലാ. അവർക്കൊന്നും ഒരു ഐക്യദാർഢ്യവും മനുഷ്യത്വം പറയാതെ മുസ്ലിം ലീഗും കോൺഗ്രസും ഇടതുപക്ഷവും ഒക്കെ മനുഷ്യത്വം ഗാസയ്ക്ക് വേണ്ടി പറയുന്നുണ്ടെങ്കിൽ അവരൊക്കെ തന്നെ പിന്തുണക്കുന്നത് ഹമാസിനെയാണ്. ആ ഹമാസിന്റെ ഉറ്റ ചങ്ങാതിമാരി എന്ന് പറയുന്നത്, ഉറ്റ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ജയ്ഷെ മുഹമ്മദുമായിട്ടാ നമ്മുടെ രാജ്യത്തിനെതിരെ ഭീകരാക്രമണം നടത്തിയ ഭീകര സംഘടനയായിട്ടുള്ള ജയ്ഷെ മുഹമ്മദുമായിട്ട്. നമ്മുടെ നാട്ടില് ആര് പലസ്തീന് വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്നോ അവരൊക്കെ നമ്മുടെ രാജ്യത്തിനെതിരെയാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തേക്ക് പ്രതികാരവുമായിട്ട് രംഗത്തെത്തിയിട്ടുള്ള ഭീകരരെ പറഞ്ഞയച്ചത് ജയ്ഷെ മുഹമ്മദാ. ആ ജയ്ഷെ മുഹമ്മദുമായിട്ടും ഹമാസ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ ഹമാസിന്റെ ലക്ഷ്യം എന്താ? ഇസ്രായേൽ മാത്രോ? ഒരിക്കലല്ല. ഇസ്രായേൽ പിടിക്കുക, അത് കഴിഞ്ഞിട്ട് അടുത്തത് പിടിക്കുക. അവർ പരമാവധി ജയ്ഷെ മുഹമ്മദ്, ലഷ്കർ-ഇ-ത്വയ്ബ ഇത്തരം ഭീകരരുമായിട്ട് വലിയ ബന്ധം, ലോകം മൊത്തം പിടിക്കുക എന്നുള്ളതാ ജിഹാദികളുടെ വലിയ ലക്ഷ്യം. അത് ഇസ്രായേൽ പ്രധാനമന്ത്രി തിരിച്ചറിഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചറിഞ്ഞു. അവർ ശക്തമായിട്ട് ഇന്ന് ലോകത്ത് ജിഹാദിസത്തിനെതിരെ പടപൊരുതുക. ഇനി വരാൻ പോകുന്നത് നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനങ്ങളും നടപടികളുമായിരിക്കും. ജയ്ഷെ മുഹമ്മദ് ഒന്നും ഇനി ഈ ഭൂമുഖത്ത് ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഓപ്പറേഷൻ സിന്ദൂരിന് മുമ്പ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തോട് പ്രഖ്യാപിച്ചതാ ഒരുത്തരെയും വിടൂല എന്നുള്ളത്. പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഒരുത്തരെയും വിട്ടിട്ടില്ല. അതേ ശൈലിയിൽ തന്നെയാ അടുത്ത പ്രഖ്യാപനം വന്നിട്ടുള്ളത്. നമ്മുടെ ഡൽഹിയില്, നമ്മുടെ ചെങ്കോട്ടയ്ക്ക് സമീപം ഭീകരാക്രമണം നടത്തിയ ഒരുത്തരെയും വിടില്ല. അവരുടെ കുടുംബങ്ങളിലേക്ക് തന്നെ നമ്മുടെ രാജ്യത്തെ സർവ സൈന്യ സംവിധാനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ എത്തുമെന്നുള്ളതിലും ഒരു തർക്കവും വേണ്ട. ഇസ്രായേലിനെ തന്നെയാണ് നമ്മുടെ രാജ്യം പിന്തുണക്കേണ്ടത് എന്നുള്ളതും അഭിമാനത്തോടു കൂടി തന്നെ ഓരോ പൗരനും മുന്നോട്ട് വെക്കാം. ഇസ്രായേലി പ്രധാനമന്ത്രി നമ്മുടെ പ്രധാനമന്ത്രിക്കും നമ്മുടെ രാജ്യത്തിനും എല്ലാവിധ പിന്തുണയുമായിട്ട് ഈ രംഗത്ത് എത്തിയിരിക്കുന്നു. അതിൽ ഒരുപാട് സന്തോഷം.